അല്ല, ഇത്രയും ഒരു എക്സലന്റ് ആയിട്ടുള്ള പാക്ക് എന്ന് പറയാൻ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ. കാരണം വെച്ചാൽ എല്ലാത്തിനും നല്ല ഇപ്പോൾ ബ്രഹ്മി, റോസ്മേരി, അപ്പോൾ അതെല്ലാം ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും കാര്യങ്ങളും പിന്നെ ഓർമ്മശക്തി, കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടുന്ന ഉള്ള ഐറ്റംസ് ആണ് ഈ റോസ്മേരിയും ബ്രഹ്മി എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ നെല്ലിക്കപ്പൊടി എന്നുള്ള അയൺ കണ്ടന്റ് ആണല്ലോ. അപ്പോൾ ഇതെല്ലാം നെല്ലിക്ക തളം വെക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. തലയ്ക്ക് തണുപ്പ് കൊടുക്കുക, അതാണ് അതിൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റാണ്. അപ്പൊ ഇത് ഒരു മടിയും കാണിക്കാതെ ഇതെല്ലാവരും അപ്ലൈ ചെയ്യണം കേട്ടോ. ഇതിന് യാതൊരു ഏജ് ലിമിറ്റും ഇല്ല കേട്ടോ. ഈ പാക്കിനൊന്നും ഒരു ഏജ് ലിമിറ്റും ഇല്ല കേട്ടോ. പക്ഷെ ഇത് കുട്ടികൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. കാരണം അവരുടെ പഠിത്തത്തിലൊക്കെ അവർക്ക് ശ്രദ്ധ കിട്ടും. ചില കുട്ടികൾ അങ്ങനെയാണല്ലോ, അപ്പം ശ്രദ്ധയില്ലായ്മയൊക്കെ വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും. ഞാൻ രേഖ മെനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ തേച്ചതാണ് കേട്ടോ കടുകെണ്ണ. ഉലുവയിട്ട് കാച്ചിയില്ലേ, അത് തേച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ജെല്ലുണ്ടല്ലോ, നമ്മൾ 2 ദിവസം കുതിർത്താൻ വെച്ച ഉലുവ ആവണക്കെണ്ണ ഇട്ട് വെച്ചല്ലോ, അത് അതിൻ്റെ ജെല്ലെടുത്ത് ഇന്ന് തേച്ചതാണ് കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നല്ല കൊഴുവായിരിക്കും ജെല്ല് കേട്ടോ. അപ്പോൾ അത് മുടിക്കും നല്ലതാണ് കേട്ടോ. നല്ല തണുപ്പും അതുപോലെ മുടിയുടെ ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ കുറയും കേട്ടോ. കൂടാതെ കടുകെണ്ണ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തേക്കുമ്പോൾ മുടി നല്ല ഹെൽത്തി ആയിരിക്കും, സ്ട്രോങ് ആയിട്ടിരിക്കും. അതുപോലെ മുടിക്ക് കളറും ഉണ്ടാവും കേട്ടോ, നല്ല ബ്ലാക്ക് കളറായിരിക്കും. ഞാനിന്ന് മോനും തേപ്പിച്ചു കൊടുത്ത്, അന്നൊന്നും സ്കൂളുണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂളില്ലാത്തപ്പോഴാണ് പാക്കും ജെല്ലൊക്കെ തേക്കുന്നത്. എന്നെപ്പോലെ തന്നെയാണ്, ഏത് എണ്ണ അവന് തേച്ചാലും കുഴപ്പമില്ല കേട്ടോ. കാരണം കുട്ടിക്കാലം മുതലേ എണ്ണകൾ മാറ്റി മാറ്റി തേക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് എണ്ണ എപ്പോൾ വേണമെങ്കിലും തേക്കാം കേട്ടോ. കുട്ടിക്കാലം മുതലേ കുട്ടികളെ ഇതുപോലെ മാറ്റി മാറ്റി തേപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേർക്ക് മുടി കൊഴിച്ചിലുണ്ടല്ലോ, അപ്പോൾ അവർ നമ്മളുടെ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. അത് അറിയിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ ചിലവർക്ക് അതിൽ ഉറക്കമില്ലായ്മ പറയുന്നുണ്ട്, ഉറക്കം വരുന്നില്ല രാത്രി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓർമ്മക്കുറവുണ്ട്, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഓർമ്മയ്ക്കും അതുപോലെ തന്നെ കോൺസെൻട്രേഷനും വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. അതുമൂലം നമുക്ക് മുടിയും ധാരാളം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ്സും കുറയും കേട്ടോ. അപ്പോൾ ഈ ഉറക്കമില്ലായ്മയൊക്കെ വന്നാൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും. കാരണം നമ്മുടെ കംപ്ലീറ്റ് ഫങ്ഷൻസ് ബോഡിയുടെ മാറ്റം വരും. അപ്പോൾ വേണ്ട സംഭവങ്ങളൊന്നും നേരെ രീതിയിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് തലവേദന, കാര്യങ്ങൾ, മെമ്മറി കുറവ് അല്ലേ, ഇതൊക്കെ വരുന്നത് നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ ശരിയാവില്ല. അപ്പോൾ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ ശരിയാവുന്നില്ല. ഇതെല്ലാം പ്രശ്നം കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞു തരാൻ പോണ നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെമ്മറി ബൂസ്റ്റിംഗ് ആണ്, കോൺസെൻട്രേഷൻ കിട്ടും. കൂടാതെ ഉറക്കക്കുറവുള്ളവർക്ക് അതും പരിഹരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ സ്ട്രെസ്സും കുറയും. അപ്പോൾ പിന്നെ കൂടാതെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, ഹെയർ ഫോൾ. കാരണം നമുക്ക് ഈ ഫങ്ഷൻസ് ഒക്കെ ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുടി നല്ല ഓക്കെ ആവും കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ല ടിപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഡാൻഡ്രഫ് ഉണ്ടാവില്ല, സ്കിന്നിനും നല്ലതാണ്. ഡെഡ് സെൽസിനെയൊക്കെ മാറ്റി പുനർജീവിപ്പിക്കും, മനസ്സിലായോ. അപ്പോൾ നമ്മുടെ സ്കിന്നിനാണെങ്കിലും നല്ലതാണ്, സ്കാൽപ്പിനും നല്ലതാണ്. എല്ലാം ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും സ്കാൽപ്പിലേക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്താണെന്ന്. എന്നിട്ട് നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, റോസ്മേരി ആണ്, ഉണങ്ങിയ റോസ്മേരി ലീഫാണ് കേട്ടോ. അതും അതുപോലെ നെല്ലിക്കപ്പൊടിയാണ്, 2 സ്പൂൺ നെല്ലിക്കപ്പൊടിയും പിന്നെ കുറച്ച് ബ്രഹ്മി, ഒരു പിടി ബ്രഹ്മി കേട്ടോ. ഇത് ഇപ്പോൾ പറിച്ചെടുത്തതാണ് ബ്രഹ്മി. അപ്പോൾ ഇത് 3ഉം കൂടി നല്ലോണം പേസ്റ്റ് പോലെ അരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം കേട്ടോ. അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിലേക്ക് 1 സ്പൂൺ നമ്മുടെ ഒലിവ് ഓയിൽ ഒഴിക്കാം. 1 സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. അതുപോലെ 1 സ്പൂൺ ഹണി ഒഴിക്കാം. അപ്പോൾ ഇത്രയും എടുത്തിട്ട് നമ്മൾ പേസ്റ്റ് പോലെ ആക്കിയിട്ട് തലയോട്ടിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ്, സൂപ്പർ എന്നൊക്കെ പറയില്ല,
പോലത്തെ പാക്കാണ് കേട്ടോ. നല്ലോണം ഉറക്കം വരും. അതുപോലെ നിങ്ങൾക്ക് അറിയാലോ ഈ നെല്ലിക്കപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ അറിയാലോ. തലയ്ക്ക് നല്ല തണുപ്പാണ് ബ്രഹ്മി അത്. അപ്പോൾ ഇതിന് പല ഗുണങ്ങളാണ്. മനസ്സിലായോ? ഈ നെല്ലിക്കപ്പൊടി അയൺ കണ്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും നെർവ്സിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ പെർഫെക്റ്റ് ആക്കും ഇതും ഈ ഐറ്റംസ്. പിന്നെ കൂടാതെ റോസ്മേരി അതെ കേട്ടോ. റോസ്മേരിയുടെ ഇതുപോലെ മെമ്മറി കുറവ് ഉള്ളതിനൊക്കെ ഏറ്റവും നല്ലതാണ് റോസ്മേരി കേട്ടോ. നമുക്ക് കോൺസെൻട്രേഷനൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അരോമ എന്ന് പറയുന്നതാണ് നമുക്ക് ഇതുപോലെയുള്ള മെമ്മറി ബൂസ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് ബ്രെമ്മിൻ കേട്ടോ. അപ്പം ഇത് മൂന്നും കൂടി നമുക്ക് വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റ് പോലെ ആക്കാം. പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മൾ അതിന് ശേഷം വേണം നമ്മൾ ഒലിവ് ഓയിലും തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കാം. അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നെല്ലിക്കപ്പൊടി, റോസ്മേരി, ബ്രഹ്മി കേട്ടോ. ഇത് മൂന്നും കൂടി വെള്ളം ചേർത്ത് നമുക്ക് അരയ്ക്കാം കേട്ടോ. ഇത് മിക്സിയിൽ വേണ്ടവർ മിക്സിയിൽ അരയ്ക്കാം കേട്ടോ. ഞാൻ അമ്മിക്കല്ലിൽ അരച്ചെന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് പേസ്റ്റ് പോലെ ആക്കി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒലിവ് ഓയിലും ഹണിയും കൂടി തേനും കൂടി ചേർത്ത് നമുക്ക് പേസ്റ്റ് ആക്കാം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോൾ റോസ്മേരി വേണമെങ്കിൽ ആദ്യമേ പൊടിച്ച് വെക്കണമെങ്കിൽ പൊടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ബ്രഹ്മിയുടെ പൊടിയും കിട്ടും വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ഇവിടെയുള്ള ബ്രഹ്മിയാണ് പറിച്ചെടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. നല്ല വാസനയാണ് കേട്ടോ. റോസ്മേരി അരയ്ക്കുമ്പോൾ റോസ്മേരിക്ക് നല്ല വാസനയാണ്. നമുക്ക് നല്ല നൈസായിട്ട് അരയ്ക്കണം കേട്ടോ. എല്ലാവരും അമ്മയിൽ അരയ്ക്കണമെന്നില്ല കേട്ടോ. മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാം. അങ്ങനെ അമ്മിക്കല്ലിൽ അരച്ചതാണ് കേട്ടോ. ഇത് മൂന്നും കൂടി പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. നല്ല വെണ്ണ പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. നമുക്ക് വേണമെങ്കിൽ ഈ റോസ്മേരി നമുക്ക് പൊടിയാക്കി വെക്കാം കേട്ടോ. പിന്നെ ബ്രഹ്മിയുടെ പൊടിയും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ ബ്രഹ്മി ഉള്ളതുകൊണ്ട് അത് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നെല്ലിക്കപ്പൊടി, ഇതിൻ്റെ മൂന്നിൻ്റെ നമുക്ക് പൊടിയായിട്ട് കിട്ടും. റോസ്മേരി നമ്മൾ പൊടിക്കേണ്ടി വരും ചിലപ്പോൾ കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്കാണ് ഇനി നമ്മളുടെ ഒലിവ് ഓയിലും ഹണിയും കൂടി ചേർക്കുന്നത് കേട്ടോ. ഒലിവ് ഓയിൽ നമുക്ക് 1 സ്പൂൺ ചേർക്കാം. ഒലിവ് ഓയിൽ ചേർക്കാം. പിന്നെ അതുപോലെ 1 സ്പൂൺ നമ്മുടെ ഹണിയും ചേർക്കാം. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റേതായ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് തേക്കാൻ പാകത്തിന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് പേസ്റ്റായിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ തലമുടിയുടെ സ്കാൽപ്പ് മുതൽ എൻഡ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു 30 മിനിറ്റ് അതല്ലെങ്കിൽ 1 മണിക്കൂർ, കൂടുതൽ നിൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ 1 മണിക്കൂർ നിന്നോളൂ, കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇത് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് നല്ല ഒരു സുഖം കിട്ടും നമുക്ക് ശരിക്കും കേട്ടോ. ഇത് നല്ല തണുപ്പാണ് തലയ്ക്കും. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള വലിയൊരു പാക്കാണ് നമുക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും.
കേട്ടോ. അതുപോലെ ഡാൻഡ്രഫ് ഉണ്ടാവില്ല, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും മുടി. പിന്നെ എപ്പോഴും നമ്മൾ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും അല്ലേ. അപ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല, സ്ട്രെസ് കുറയ്ക്കും. മെയിനായിട്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അങ്ങനെ കൂട്ടുമ്പോഴാണ് ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ പോവാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നെർവ്സ് വീക്കാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്നിച്ച് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം തോന്നും കേട്ടോ. ആഴ്ചയിൽ നിങ്ങൾക്ക് 2 തവണ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്തോളൂ, അപ്ലൈ ചെയ്തോളൂ കേട്ടോ. നല്ല നല്ല ഇതാണ്. എന്നിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മൾ മുടി പിന്നിയിട്ട് കെട്ടി വെക്കണം കേട്ടോ. മുടി കൊഴിച്ചിൽ ഉള്ളവരുടെ എല്ലാം മുടി കൊഴിച്ചിലൊക്കെ മാറും കേട്ടോ. ഓരോ ടിപ്പും മാറി മാറി ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കിട്ടും. അപ്പോൾ ചിലർ വിചാരിക്കും എന്തിനാ ഇത്രമാത്രം പാക്ക് എന്ന് കേട്ടോ. ഇത്രയും മാത്രം പാക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ 30 ഡേയ്സ് ആയിട്ട് ഹെയർ ചലഞ്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്വന്തമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ എളുപ്പം ഏതാണോ പാക്ക് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഓരോന്നിനും ഓരോന്നിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെയാണ് ഈ പല തരത്തിലുള്ള പാക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇത് ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ സാധനം എല്ലാം പാക്കും കേട്ടോ. റിസൾട്ട് കിട്ടാത്ത, ഞാൻ തേക്കാത്ത ഒരു പാക്കും ഇല്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ തേച്ച് കാണിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഇത് പാക്ക് പരിചയപ്പെടുത്തി പിറ്റേ ദിവസമെങ്കിലും ഞാനിത് തേച്ചിട്ട് കാണിച്ചു തരാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ചില നൈറ്റിലൊക്കെ എനിക്കിത് തേച്ച് കാണിച്ചു തരാൻ പറ്റില്ല. അങ്ങനെയുള്ള ദിവസം ഞാൻ രാവിലെ പാക്ക് തേച്ച് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ മാറി മാറി, ചില ദിവസം നിങ്ങൾക്ക് ഇനി പാക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട കേട്ടോ. എല്ലാ ദിവസവും പാക്ക് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു, വേണ്ട, കുഴപ്പമില്ല, നമുക്ക് സമയമില്ലെങ്കിൽ വേണ്ട. പക്ഷേ പകരം ജെല്ലായിട്ടോ ഓയിലായിട്ടൊക്കെ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്നോട് കടുകെണ്ണയുടെ ബ്രാൻഡ് ചോദിച്ചു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ബ്രാൻഡ് നോക്കിയിട്ടല്ല കേട്ടോ അത് മേടിച്ചത്. ഇതയം നല്ലെണ്ണ ഉണ്ടല്ലോ, അതിൻ്റെയാണ് കേട്ടോ കടുകെണ്ണ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ കിട്ടിയത് വാങ്ങിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നും നോക്കാറില്ല. പിന്നെ ചിലത് മാത്രം ചില കോൾഡ് പ്രസ്ഡ് എന്നൊക്കെ പറഞ്ഞതുണ്ടെങ്കിൽ അത് മേടിക്കും. അപ്പോൾ അത് കുറച്ചും കൂടി നല്ല ഇതാണ്, നല്ല രീതിയിലാണ് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് അതങ്ങനെ നോക്കുന്നത്. ഉണക്കെണ്ണയൊക്കെ കേട്ടോ. കടുകെണ്ണ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതയത്തിൻ്റെയാണ് കേട്ടോ. ചോദിച്ചിരുന്നല്ലോ ഏത് ബ്രാൻഡാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പലതരം നിങ്ങൾ എണ്ണ അതുപോലെ പാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. രാത്രിയൊക്കെ നല്ല ഉറക്കം കിട്ടും. ചില പാക്കൊക്കെ നമുക്ക് എപ്പോഴും കൂളിംഗ് ആയിട്ടുള്ള പാക്കാണ് അല്ലേ. അപ്പോൾ രാത്രി നല്ലവണ്ണം ഇത് കഴുകി കഴിഞ്ഞ് നമ്മൾ രാത്രി പിന്നിട്ട് കിടക്കുക. അപ്പോൾ നല്ലോണം ഉറക്കം കിട്ടും. നെല്ലിക്കയൊക്കെ അതാണ് കേട്ടോ. കൂടുതൽ നമുക്ക് സ്ട്രെയിൻ ചെയ്യുന്ന ദിവസങ്ങളുണ്ടാവും അല്ലേ. ജോലിയിലാണെങ്കിലും പഠിത്തത്തിലാണെങ്കിലൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിലും നിങ്ങൾ എപ്പോഴാണോ വീട്ടിൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഈ പാക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ വരും. അപ്പം ഇതുപോലെ നമ്മൾ മുടി സ്കാൽപ്പ് നോക്കുന്ന പോലെ തന്നെ നമ്മളുടെ അകം നോക്കണം കേട്ടോ. ബ്ലഡ് ചൂടാവാതെ നോക്കണം നമ്മളെപ്പോഴും. ബ്ലഡ് ചൂടാവുമ്പോഴാണ് മുടി കൊഴിച്ചിൽ കൂടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞത്, സ്ട്രെസ് ഒന്നും പാടില്ല. അപ്പോൾ സ്ട്രെസ്സിനെ കുറയ്ക്കുന്ന ഏറ്റവും നല്ല പാക്കാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് കേട്ടോ. പല പല ഗുണങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ നല്ല ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള എല്ലാ കുട്ടികൾ മുതൽ പ്രായം ചെന്നവർക്ക് വരെയും തേക്കാവുന്നതാണ് കേട്ടോ ഈ പാക്ക്. കുട്ടികൾക്കാണെങ്കിലും പഠിത്തത്തിലാണെങ്കിലും നല്ല ശ്രദ്ധ കിട്ടും, കോൺസെൻട്രേഷൻ കിട്ടും. അത് എന്തുകൊണ്ടിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കുക. അതുപോലെ നെർവ്സിനെയൊക്കെ നല്ല ബലപ്പെടുത്തും. ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ ഫ്ലോ വരുമ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നുമില്ലേ, ഭയങ്കരമായിട്ട് വിറവൽ പോലെ തോന്നും, ക്ഷീണം പോലെ തോന്നും, ഉറക്കമില്ലായ്മ വരും, ഓർമ്മക്കുറവ് പോലെ തോന്നും, ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടും, തല ഇങ്ങനെ പൊള്ളിപ്പോകുന്ന പോലത്തൊക്കെ തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള പാക്കും കാര്യങ്ങളൊക്കെ തേക്കുമ്പോഴത്തേക്ക് ഇതിനെല്ലാം നമുക്കൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഈ പാക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തായിരിക്കും, തലയ്ക്കൊക്കെ നല്ല കൂളിംഗ് ആയിട്ട് തോന്നും നിങ്ങൾക്ക് അല്ലേ. ഈ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരിക്കും, ചൂട് കുറയും. അതുപോലെ തന്നെ ഉണ്ടല്ലോ, കുരുക്കളും ഉണ്ടാവില്ല കേട്ടോ. ചൊറി പോലെയുള്ള ചൊറിച്ചിലെ കാര്യങ്ങൾ ഒക്കെ മാറും. കുരുക്കളുണ്ടാവും ചിലവരെ ഈ ചൂട് കൂടുമ്പോൾ തലയിലൊക്കെ നല്ലോണം
കുരുക്കളുണ്ടാവും, അത് ചൊറിഞ്ഞ് പൊട്ടും, ചിലത് പഴുക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പാക്ക് അതിനും കൂടി നല്ലതാണ് കേട്ടോ. അപ്പൊ കുരുക്കളും ചൂടുകുരും എല്ലാം മാറും. എല്ലാം നല്ല പാക്കാണ്. അപ്പൊ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ആഴ്ചയിൽ 1 2 തവണ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം, വലിയവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം ഈ പാക്ക്. അപ്പൊ കുഞ്ഞു കുട്ടികൾ ആദ്യമായിട്ടൊക്കെ നമ്മൾ പാക്കൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ അവരധികം നേരം നിർത്തണ്ട കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ നിർത്തിയാൽ മതി കുട്ടികളെ. അങ്ങനെ അവർക്കത് ശീലമായി വരുമ്പോഴത്തേക്കും നമ്മൾ സമയം കൂട്ടി കൊണ്ടിരുന്നാൽ മതി കേട്ടോ. പെട്ടെന്ന് അവരെ തേപ്പിച്ചിട്ട് അരമണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യിപ്പിക്കരുത് കേട്ടോ. അപ്പോൾ കുട്ടികൾ തേക്കുകയാണെങ്കിൽ, അതുപോലെ നീർപ്പിടുത്തുള്ളവരാണെങ്കിൽ രാസനാദിപ്പൊടി തേച്ചിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ബ്രഹ്മി ഇതുപോലെ കുട്ടികൾക്ക് വയറ്റിൽ നിന്ന് പോവാത്ത കുഞ്ഞു കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ബ്രഹ്മിയുടെ നീരെടുത്തിട്ട് നമ്മൾ സ്പൂണിൽ കൊടുക്കും കേട്ടോ. അപ്പൊ രാവിലെ കൊടുത്താൽ വയറ്റിൽ നിന്നും പോകും കുട്ടികൾക്ക്. അതുപോലെ തന്നെ ബുദ്ധി ഉണ്ടാവും കേട്ടോ, ബുദ്ധിയും വർദ്ധിക്കും ബ്രഹ്മി. അപ്പൊ ഇതെല്ലാം നല്ല ഇത്രയും ഒരു എക്സലന്റ് ആയിട്ടുള്ള പാക്ക് എന്ന് പറയാൻ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ. കാരണം വെച്ചാൽ എല്ലാത്തിനും നല്ല ഇപ്പൊ ബ്രഹ്മി, റോസ്മേരി, അപ്പൊ അതെല്ലാം ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും കാര്യങ്ങളും, പിന്നെ ഓർമ്മശക്തി, കോൺസെൻട്രേഷനൊക്കെ കിട്ടുന്ന ഉള്ള ഐറ്റംസ് ആണ് ഈ റോസ്മേരിയും ബ്രഹ്മി എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ നെല്ലിക്കപ്പൊടി എന്നുള്ള അയൺ കണ്ടന്റ് ആണല്ലോ. അപ്പൊ ഇതെല്ലാം നെല്ലിക്ക തളം വെക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. തലയ്ക്ക് തണുപ്പ് കൊടുക്കുക, അതാണ് അതിന്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റാണ്. അപ്പൊ ഇത് ഒരു മടിയും കാണിക്കാതെ ഇതെല്ലാവരും അപ്ലൈ ചെയ്യണം കേട്ടോ. ഇതിന് യാതൊരു ഏജ് ലിമിറ്റും ഇല്ല കേട്ടോ. ഈ പാക്കിനൊന്നും ഒരു ഏജ് ലിമിറ്റും ഇല്ല കേട്ടോ. പക്ഷെ ഇത് കുട്ടികൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. കാരണം അവരുടെ പഠിത്തത്തിലൊക്കെ അവർക്ക് ശ്രദ്ധ കിട്ടും. ചില ചില കുട്ടികൾ അങ്ങനെയാണല്ലോ, അപ്പം ശ്രദ്ധയില്ലായ്മയൊക്കെ വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്നിട്ട് വൈകുന്നേരങ്ങളിൽ മുടി പെൺകുട്ടികളാണെങ്കിൽ മുടി പിന്നിയിട്ട് കൊടുക്കാം കേട്ടോ. തന്നെ പിന്നാൻ പറ്റാത്തവർക്ക് മുടി പിന്നിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെയധികം മാറ്റം ഉണ്ടാകും ഞാൻ പറഞ്ഞ പോലെ കേട്ടോ. എപ്പോഴും മുടി കെട്ടിയിട്ടേ കിടക്കാവൂ. ധാരാളം വെള്ളം കുടിക്കുക, തണുത്ത ആഹാരങ്ങൾ, ഫ്രൂട്ട്സ് കാര്യങ്ങൾ, ശരീരത്തിന് തണുപ്പിക്കുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതൊക്കെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് കേട്ടവർക്കൊക്കെ പിന്നെയും ഒരു മടുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ അതിൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിലെല്ലാം വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. എനിക്ക് പറയാൻ ഇഷ്ടമാണ്, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മുടിയെക്കുറിച്ച് എന്ത് ചോദിച്ചാലും എനിക്ക് അവസാനമില്ല കേട്ടോ വാക്കുകൾ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചിലവർക്ക് അത് ഭയങ്കര ബോറിങ് ആവും കേട്ടോ. കാര്യം പറഞ്ഞാൽ പോരെ, കഥ പറയണോ എന്നൊക്കെ ചോദിക്കൂ. അപ്പൊ അതുകൊണ്ടിട്ടാണ് കേട്ടോ. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ചിലവർക്ക് ക്ഷമയുണ്ടാവില്ല, എത്രയും പെട്ടെന്ന് കാര്യം കേൾക്കാൻ പോവുക, അങ്ങനെയുള്ളവരുണ്ടാകും കേട്ടോ. അപ്പോൾ എനിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് റിപ്പീറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ പുതിയ ആൾക്കാർ ഇതൊന്നും കേൾക്കാത്തവരുണ്ടാവും. അവർക്ക് എല്ലാ വീഡിയോ എടുത്ത് കാണാനും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ചില ഭാഗങ്ങൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ആർക്കെങ്കിലും ഒരു ആവർത്തന വിരസതയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. പുതിയ നമ്മുടെ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും മുടി ശ്രദ്ധിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.